പയറും പപ്പടം. അപ്പൊ അത് തയ്യാറാക്കാൻ തുടങ്ങുക. പുട്ട് നനയ്ക്കാൻ 1 ഗ്ലാസ് വെള്ളം ചെരുവത്തിലേക്ക് ഒഴിച്ചു കൂട്ടോ, ഈ ഗ്ലാസ്സിന്. പിന്നെ അതേ കുറച്ച് ഉപ്പ്, നമുക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്തു. 1 സ്പൂണാണ് ഞാൻ ഇട്ടേക്കണത്, അത് മതിയാവുമായിരിക്കും. എന്നിട്ട് തേങ്ങ ചിരണ്ടിയത് കാണിച്ചു വെക്കാം. ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. തേങ്ങ ചിരണ്ടിയത് ഈ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങ ചിരണ്ടിയത് തേങ്ങ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. എത്ര ചേർത്താലും ടേസ്റ്റ് കൂടും തേങ്ങ ഇടും തോറും പുട്ടിന്. അപ്പം നമ്മൾ കുറച്ചങ്ങ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി പൊടി നനയ്ക്കാം. പൊടി നനയ്ക്കാനായിട്ട് സ്പൂൺ എന്ത് അമ്മയുടെ ആദ്യം നമുക്ക് 1 ഗ്ലാസ് പൊടി ഇങ്ങ് എടുക്കാം. ആ ഗ്ലാസ്സിന് തന്നെ. ഒന്ന് പോരാ, ഒന്ന് എടുക്കാം ആദ്യം. തരിങ്ങുള്ള പൊടിയാട്ടോ പുട്ടിന് ഉപയോഗിക്കുന്നത്. അപ്പത്തിന് വളരെ നൈസായിരിക്കണം, പുട്ടിനാകുമ്പോൾ നല്ല തരിങ്ങ് വേണം. ഇത് 1 ഗ്ലാസ് ഇതിലേക്ക് ആദ്യം ഇതിലേക്ക് ചേർക്കാം. അത് മതിയാവില്ല, കുറച്ചുകൂടെ നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നനയ്ക്കാം. 1 ഗ്ലാസും കൂടെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് ഇതൊന്ന് നനയ്ക്കട്ടെ, എന്നിട്ട് ചേർക്കാം. വെള്ളം കൂടുതലാണ്, നമുക്ക് ഇതിൽ എടുത്ത് വെച്ചേക്കണം. കുറച്ചുകൂടെ ചേർക്കാം. ഇതിൻ്റെ പകുതി അങ്ങ് ചേർത്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഫൈനൽ ഒരു പൊടിക്കും കൂടെ മതി. 1.5 വേണ്ട, 1.25 സ്വല്പം കൂടെ ചേർക്കാം. നനവുണ്ട്. ഞാൻ അളവ് പറയാൻ ലാസ്റ്റ് നനച്ച് കഴിയുമ്പോൾ. മതി. അങ്ങനെ പാകം പറഞ്ഞു തരാം. ഇതൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ, പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ 1 ഗ്ലാസ് പൊടിയും 1/2 ഗ്ലാസ് എടുത്തതിൽ ഇതേ ഒരു സ്വല്പം മിനുസ് ഇതിൽ ബാക്കിയുണ്ട്. 1/2 ഗ്ലാസ് എടുത്തതിൻ്റെ ഇത് 1/2 എടുത്തതിൻ്റെ ഒരു 1/4 പോർഷൻ ബാക്കിയുണ്ടെന്ന് തോന്നണം. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 എടുത്തിട്ടില്ല, 1.25 ഗ്ലാസ്സാണ് 1 ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ എടുത്തേക്കണം. വെള്ളത്തിന് എടുത്തേക്കണം. നനവിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ തേങ്ങയും ഉപ്പും വെള്ളവും കൂടെ ആദ്യം ചെരുവത്തിൽ വെച്ചേച്ച് പൊടി ചേർത്ത് ദേ ഇങ്ങനെ നൈസായിട്ട് വിട്ട് ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങനെ നൈസായിട്ട് വരണം. ദേ കുഴയരുത്. ദേ വിട്ട് ദേ അത് എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. വിട്ട് ദേ ഇങ്ങനെ വിട്ട്. പിന്നെ വേറൊരു തന്നെയാണെന്നറിയാമോ, കട്ട ഉണ്ടാവരുത്. പൊടി നനയ്ക്കുമ്പോ ഇല്ലേ, എപ്പോഴും ഓർത്തോളണം എല്ലാവരും. ഈ നനയ്ക്കുമ്പോ കട്ട കുത്തിക്കഴിഞ്ഞാൽ പുട്ട് കുഴഞ്ഞ് പശ പോലെ ഇരിക്കും. എപ്പോഴും ദേ ഇങ്ങനത്തെ വിട്ടിരിക്കണം. എന്നാ നനവ് ഉണ്ടാവുകയും ചെയ്യണം. നനവ് കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് എങ്ങനെയാ ഇനി പറയാൻ. ഞാൻ ഇങ്ങനെ വെക്കാം. ദേ കണ്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാം. ഒന്ന് ക്യാമറയിൽ പിടിച്ചോ. ദേ ഇങ്ങനെ പറയാൻ അറിയില്ല വാക്ക്. കട്ട കുത്തി പോകരുത് കേട്ടോ. കട്ട കുത്തി പോയാൽ പുട്ട് വേവുമില്ല, ഒറ്റ ഇതായിട്ടിരിക്കും. ഇങ്ങനെ കുതിച്ചടിക്കുമ്പോ പശ പിടിച്ച്. ഇത് കണ്ടോ, ദേ ഇങ്ങനെ വിട്ട് കിടക്കും. ഇങ്ങനെ നൈസായിട്ട് കണ്ടോ. കട്ടയില്ല, പശപ്പൂല. ദേ ഇങ്ങനെ തെള്ളി പോണ പോലെ. മനസ്സിലായതേ? ഇപ്പൊ കണ്ടോ. ഇതിപ്പോ 1.5 ഗ്ലാസ് എടുത്താൽ നമുക്ക് എത്ര കണ പുട്ട് ചുടാം? അത് നമുക്ക് നോക്കാം. ഞാൻ പുട്ട് സ്ഥിരം ചുടുന്നതാണെങ്കിലും അങ്ങനെ എത്ര ഉണ്ടാവൂന്ന് അങ്ങനെ നോക്കിയിട്ടില്ല. അതാ നമുക്ക് ചുട്ട് കഴിയുമ്പോൾ പറയാതെ. പുട്ട് ചുടുന്നതിന് മുമ്പ് അടിയിൽ സ്വല്പം തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടിയാട്ടോ, വേറെ ഒന്നിനും വേണ്ടിയല്ല. അടിയില് കണ്ണയുടെ. എന്നിട്ട് ദേ നമ്മളെ ഇതിലേക്ക് കണയിലേക്ക് കോരി വെക്കുക കേട്ടോ. ഇങ്ങനെ കുത്തി നിറയ്ക്കരുത്. അടിയിലൊരു ബേസ് ഉണ്ട്, അത് ഇട്ടിട്ട് വേണം. അത് അറിയാമല്ലോ. ദേ അതെന്നാന്നോ, കുത്തി നിറയ്ക്കരുത്. നമ്മളിങ്ങനെ അങ്ങ് വാരി വെച്ചാൽ മതി. ദേ കണ്ടോ, കുത്തി ഇങ്ങനെ കാണിക്കരുത്. അപ്പൊ ഏറ് വരൂല അതില്. അങ്ങനെ അതൊക്കെ അറിയാമെങ്കിലും അമ്മ പറഞ്ഞതാ. ഇനി നമുക്ക് മീതേങ്ങയുടെ സ്വല്പം തേങ്ങ ഇടാം. എന്നിട്ട് വെച്ച് ടേസ്റ്റിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതിലേക്ക് വെക്കാം. ദേ സ്വല്പം തേങ്ങ സ്വല്പം ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസിന്റെ ഇതിലേക്ക് കുക്കറിന്റെ ഇതിൽ നമ്മളിത് വെക്കണം. നമ്മള് കുക്കറിൽ ആവി വന്ന് തുടങ്ങി പുട്ട് അതിലേക്ക് വെക്കുക. കുക്കറിലാട്ടോ നമ്മൾ വെക്കണം. കുക്കറിൽ ഇപ്പൊ വെള്ളമാണോ? കുക്കറിൽ അടിയിൽ വെള്ളം ഒഴിച്ച് അടപ്പ് കൊണ്ട് മൂടി വെള്ളം ആവി
ഇറന്ന് കഴിയുമ്പോൾ ഇതിൽ ഏറ് പതുക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതങ്ങ് വെക്കണം. വന്നു തുടങ്ങി ദേ സൗണ്ട് കേട്ടാ. ഇനി ദേ ആ ഹോളിലേക്ക് അടിയിലൊരു ഹോളുണ്ട്, ആ ഹോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പൊ ഈ പഴം പുഴുങ്ങി എടുക്കണവർക്ക് എന്നാന്നറിയോ ഒരു ഗുണം, പഴം പുഴുങ്ങി പുട്ട് കഴിക്കുമ്പോൾ ഏത്തപ്പഴം പുഴുങ്ങൂല. അന്നേരം നമുക്ക് ഇതില് കുക്കറിൽ വെള്ളം വെച്ചേച്ച് ഒരു തട്ട് വെച്ചേച്ച് പഴം പുഴുങ്ങാൻ വെക്കാം. എന്നിട്ട് മീതെ ഇത് അടച്ച് പുട്ട് വേവിക്കാൻ വെക്കാം. പഴം പുഴുങ്ങുമ്പോ അപ്പൊ വെയിറ്റ് ഇടണ്ട അല്ലേ? വേണ്ട. അല്ല, പഴം പുഴുങ്ങുമ്പോ വെയിറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ പഴുക്കാത്ത പഴത്തിനാ വെയിറ്റ് ഇടണം. നന്നായിട്ട് പഴുത്തേന് വെയിറ്റ് ഇടണ്ട. പഴുക്കാത്തതിന് വെയിറ്റ് ഇട്ടാ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ്. അപ്പൊ രണ്ടും ഒരേ സമയത്ത് വേവും. നമ്മളിപ്പോ പുട്ടും പയറും പപ്പടവും ആയതുകൊണ്ട് അത് വേണ്ട. പിന്നെ വേറൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമ്മള് പൊടി ഇപ്പൊ നനച്ച് തേങ്ങയിട്ട് ശരിയാക്കി അതിൽ വെച്ചില്ലേ, ഈ തേങ്ങ ഫ്രഷ് ആയിട്ട് പൊതിച്ച് പൊട്ടിച്ച് ചിരണ്ടുവാണെങ്കിൽ ആ തേങ്ങാവെള്ളം ഇല്ലേ, ആ തേങ്ങാവെള്ളം ഈ പച്ചവെള്ളത്തിന് പകരം ആ തേങ്ങാവെള്ളത്തിൽ അത് ഒരു കണക്കൊക്കെ നനയ്ക്കാനേ തേങ്ങാവെള്ളം ഉണ്ടാവുള്ളൂ. അതിൽ നനച്ച് പുട്ട് ചുട്ട് കഴിഞ്ഞാൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ടിപ്പുണ്ട്. പിന്നെ അത് ഇവിടുത്തെ അമ്മച്ചിയുടെ ടിപ്പാ, തേങ്ങാവെള്ളത്തിൽ നനയ്ക്കണം. പക്ഷെ ഒരു തേങ്ങയുടെ വെള്ളം കൊണ്ട് 2-3 കണയൊന്നും ചൂടാൻ പറ്റൂല, ഒരു കണക്കൊക്കെ പറ്റുള്ളൂ. പിന്നെ ചിലത് എങ്ങനെയാന്ന് വെച്ചാൽ തേങ്ങാപ്പീര നനയ്ക്കുന്നതിനോടൊപ്പം സ്വല്പം തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞു ചേർക്കും, കൂടുതൽ സോഫ്റ്റ് ആവും. അങ്ങനെ പല ടിപ്പുകളുണ്ട് ഇതിന്. പുട്ടിനാണെങ്കിലും പല ടിപ്പുകളുണ്ട്. അത് വെട്ടിക്കാട്ടുമെങ്കിൽ അമ്മായി തേങ്ങാപ്പാല് ചേർക്കുമായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പുട്ടിനും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അപ്പ എപ്പോഴും പറയാറുണ്ട് നല്ല അരിപ്പുട്ടാണ് പുട്ട് ചുടണ്ട. നമുക്ക് പുട്ട് വേവണ ഏറെ വന്നാണ്ടോ നോക്ക. ക്യാമറ സ്വല്പം മാറ്റിക്കോട്ടോ. നമുക്ക് എടുക്കാതിരുന്ന ഇത്ര മതിയല്ലേ? പിന്നെ ഏറ് വന്ന ഒരു സ്വല്പ സമയം ഇരിക്കണം കേട്ടോ. ഇപ്പൊ ധാരാളമായി അത് വെന്തം. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി ഇതിന്റെ പുറത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ചെട്ടപ്പുട്ടിന്റെ കണയിലേക്ക് ചെട്ടപ്പുട്ട് അങ്ങോട്ട് വെക്കാം. നമ്മള് ഈ ചിരട്ടപ്പുട്ടിനും സ്വല്പം തേങ്ങ അടിയിലിട്ട്, അടിയിൽ തേങ്ങ. എന്നിട്ട് നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇടാം, നനച്ച പൊടി. അപ്പയ്ക്ക് ചിരട്ടയിൽ തന്നെ ചിരട്ടപ്പുട്ടാണെങ്കിൽ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിരട്ടപ്പുട്ട് ഇങ്ങനെ വാങ്ങിക്കണതല്ലേ, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കണയിൽ ചുടുന്നത് അപ്പയ്ക്ക് കൊടുക്കണത്. അപ്പൊ അല്ലെങ്കിൽ പറയും ഒരു ചിരട്ട നന്നാക്കി തന്നായിരുന്നു, അത് അമ്മയുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി വീണ. അപ്പൊ എന്നോട് പറയും എനിക്ക് ചിരട്ടയിലുള്ളതാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് കണയില മതിയെന്ന്. നമ്മളിന്ന് പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീത ഇച്ചിരോടെ ഒരു തേങ്ങ ഇടുന്ന ഒരു ടേസ്റ്റിനാട്ടോ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്കിത് ഇതിന്റെ ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. കണ്ട മൂടി വെക്കണം. ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയത്. നമ്മളിപ്പോ വൈകുന്നേരം ഉണ്ടാക്കണേന്ന്. ഇനി തീ കൂട്ടി വെച്ച് പെട്ടെന്നാവും. വെള്ളം തിളച്ചേ ചെല്ലിയിൽ വെക്കണം. അപ്പൊ പെട്ടെന്ന് ഏറ് വരും. വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് അതിൽ വെക്കണം കേട്ടോ, എന്നാലാണ് നല്ലത്. കൂടുതൽ സമയം ഇരുന്ന അരിപ്പൂട്ട് കൂടുതൽ ആവി വന്ന് അതിലിരുന്ന കല്ലച്ചു പോകും. അങ്ങനെ ഒരു ഇതുണ്ട്, അത് പറയാൻ അമ്മ മറന്നും പോയി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുട്ട് റെഡിയായി. ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ ഡിഷ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് മോൻ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഡിഷ് പുട്ടാണ്. കേരളീയർക്ക് വളരെ സുപരിചിതമായ ഒരാഹാരമാണ്. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടും നല്ല ഒരാഹാരമായിട്ടാണ് പുട്ടിനെ കരുതിയിരിക്കുന്നത്. കേരളത്തിൽ വളരെ സുപരിചിതമാണ്. കാരണം ധാരാളം നെല്ലും തേങ്ങയും ഒക്കെയുള്ള നാടായതുകൊണ്ടുകൂടി ആയിരിക്കാം പുട്ട് വളരെ പോപ്പുലറാണ് കേരളത്തിൽ. പുട്ട് നോർമൽ കേസിൽ പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുമ്പോൾ സാധാരണ എൻ്റെ അമ്മയൊക്കെ തേങ്ങാ വെള്ളത്തിലാണ് പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുന്നത്. നല്ല പഴുത്ത തേങ്ങയുടെ വെള്ളം വളരെ രുചികരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ വെള്ളത്തിൽ പുട്ടിൻ്റെ പൊടി നനച്ചാൽ ആ പുട്ടിന് ഒരു പ്രത്യേക രുചിയും നല്ലൊരു റിച്ച്നെസ്സും ഉണ്ടാവും. എപ്പോഴും എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. സാധാരണ എല്ലാവരും വെള്ളത്തിലാണ് കുഴയ്ക്കാറുള്ളത്. ഒരു പ്രാവശ്യമെങ്കിലും സൗകര്യമുള്ളവർ പുട്ട് തേങ്ങാ വെള്ളത്തിൽ, നല്ല പഴുത്ത തേങ്ങയുടെ വെള്ളത്തിലൊന്ന് നനച്ച്
ആ രുചിയൊന്ന് ആസ്വദിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പുട്ട് സാധാരണഗതിയിൽ ഈ പറയുന്ന രീതിയിൽ തേങ്ങാ വെള്ളത്തിൽ നനച്ച് പുട്ടുണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും നമുക്കത് വളരെ രുചികരമായിട്ട് കഴിക്കാൻ സാധിക്കും. സ്വല്പം നെയ്യും ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും വിതറിയാൽ കുട്ടികൾക്ക് വളരെ ഹൃദ്യമായിട്ട് ഉള്ള ഒരു ആഹാരമാകും. അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ പുട്ട് കഴിക്കുന്നത് പുട്ടും പയറും പപ്പടവും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. സാധാരണ എല്ലാവരും കടല റോസ്റ്റ് ചെയ്തിട്ടുള്ള കറിയും പുട്ടും കൂടിയാണ് കഴിക്കാറുള്ളത്. ഞങ്ങൾ ആ കോമ്പിനേഷൻ ഒന്ന് മാറ്റി ഇപ്പം പയറാണ് ഞങ്ങൾ സാധാരണ പുട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. പയർ വളരെ നേർപ്പിച്ച് നമ്മുടെ കഞ്ഞിക്കും ചോറിനും ഒക്കെ പയർ വേവിക്കുന്ന പോലെ നല്ല വെണ്ണ പോലെ വേവിച്ച് വളരെ നേർപ്പിച്ച് ഞങ്ങൾ സാധാരണ പയറുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 പീസ് ചെറിയ 2 പീസ് മത്തങ്ങ കൂടി ചേർക്കും. അപ്പോൾ ആ മത്തങ്ങയും കൂടി വേവുന്ന കൂട്ടത്തിൽ പയർ വേവുന്ന കൂട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് വെന്ത് കലങ്ങി നല്ല ഗ്രേവിയും പയർ വേവിച്ചതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാക്കി തരുന്ന ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്കും അത് വേണമെങ്കിൽ പരീക്ഷിക്കാം. പുട്ട് കഴിക്കുമ്പോൾ നോർമൽ കേസിൽ പുട്ട് ഇങ്ങനെ പൊടിച്ചിടുക. ഇങ്ങനെ പൊടിച്ചിട്ടിരിക്കുന്ന പുട്ടിൽ നമ്മുടെ പയർ വേവിച്ചത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. പയർ വേവിച്ചത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു ചുട്ട പപ്പടം വയ്ക്കുക. ചുട്ട പപ്പടം വയ്ക്കുന്നത് പ്രത്യേകിച്ചും എണ്ണ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചുട്ട പപ്പടം കാച്ചിയ പപ്പടമാണെങ്കിലും കുഴപ്പമില്ല. ഒരു ചുട്ട പപ്പടം അതിൻ്റെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് സ്പൂണിൻ്റെ മറുവശം കൊണ്ട് പതുക്കെ അതൊന്ന് ഞെരിക്കുക. ഇങ്ങനെ ഞെരിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക. അപ്പോൾ ആദ്യം പുട്ടും അതിൻ്റെ മുകളിലായിട്ട് പയർ വേവിച്ചതും അതിൻ്റെ മുകളിൽ പപ്പടവും കൂടിയുള്ള ഒരു ലെയറാണ് നമുക്ക് കിട്ടുന്നത്. വളരെ രുചികരവും ആസ്വാദ്യകരവുമാണ് ഈ ഡിഷ്. നിങ്ങളെല്ലാവരും അത് പരീക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോകളിലൊക്കെ ഡെയിലി ബേസിസിൽ ഉണ്ടാക്കി വരുന്ന ഒരു കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ പുട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫാമിലിക്ക്, ഫ്രണ്ട്സിനും, റിലേറ്റീവ്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.